We welcome you all for today's morning prayer. എല്ലാവരെയും മോർണിംഗ് പ്രെയറിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ദൈവത്തിൻ്റെ സൃഷ്ടി അതെത്ര മനോഹരം. തൻ്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ചിരിക്കുന്ന മനുഷ്യരായ നമ്മൾ സൃഷ്ടികളെക്കുറിച്ച് കേട്ടു. ഇന്ന് ശ്രേഷ്ഠമായ ഒരു സൃഷ്ടിയെക്കുറിച്ച്, മനുഷ്യനിൽ തന്നെ ഉള്ളതിനെക്കുറിച്ച് ഇന്ന് നമ്മൾ മോർണിംഗ് പ്രെയറിൽ കേൾക്കുമ്പോൾ പ്രാർത്ഥനയോടെ നമുക്കായിരിക്കാം. നമുക്ക് ദൈവത്തെ ആരാധിക്കാം, സ്തുതിക്കാം, പ്രാർത്ഥിക്കാം. കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് അങ്ങയുടെ സന്നിധിയിലെത്തി പ്രാർത്ഥിക്കുന്നു. ഇന്ന് ഈ മോർണിംഗ് പ്രെയറിൽ പരിശുദ്ധാത്മാവ് ഞങ്ങളോട് സംസാരിക്കണമേ. ആരാധിക്കുവാൻ കർത്താവ് ഞങ്ങളെ സഹായിക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ആത്മാവിൽ നമുക്ക് ദൈവത്തെ ആരാധിക്കാം. ചെയ്തവൻ വാക്കുമാറുമോ? വാഗ്ദത്തം ചെയ്തവൻ വാക്കുമാറുമോ? ഇല്ല, ഇല്ല, ഒരിക്കലുമില്ല. ഇല്ല, ഇല്ല, ഒരിക്കലുമില്ല. അവൻ വാക്കുമാറുകില്ല. അവൻ വാക്കുമാറുകില്ല. വാഗ്ദത്തം ചെയ്തവൻ വാക്കുമാറുമോ? വാഗ്ദത്തം ചെയ്തവൻ വാക്കുമാറുമോ? ഇല്ല, ഇല്ല, ഒരിക്കലുമില്ല. ഇല്ല, ഇല്ല, ഒരിക്കലുമില്ല. അവൻ വാക്കുമാറുകില്ല. അവൻ വാക്കുമാറുകില്ല. എന്നെ തകർപ്പാൻ ശത്രുവിൻ കരം എന്റെ മേൽ ഉയർന്നെന്നാലും, ഉച്ചവർ പോലും ശത്രുക്കൾ പോലെ എന്റെ നേരെ തിരിഞ്ഞെന്നാലും, എന്നെ തകർക്കാൻ ശത്രുവിൻ കരം എന്റെ മേൽ ഉയർന്നെന്നാലും, ഉച്ചവർ പോലും ശത്രുക്കൾ പോലെ എന്റെ നേരെ തിരിഞ്ഞെന്നാലും, ഇല്ല, ഇല്ല, ഞാൻ തളരുകയില്ല. ഇല്ല, ഇല്ല, ഞാൻ പതറുകയില്ല. എന്റെ യേശു ജീവിക്കുന്നു. എന്റെ യേശു ജീവിക്കുന്നു. വാഗ്ദത്തം ചെയ്തവൻ വാക്കുമാറുമോ? വാഗ്ദത്തം ചെയ്തവൻ വാക്കുമാറുമോ? ഇല്ല, ഇല്ല, ഒരിക്കലുമില്ല. ഇല്ല, ഇല്ല, ഒരിക്കലുമില്ല. അവൻ വാക്കുമാറുകില്ല. അവൻ വാക്കുമാറുകില്ല. പ്രതികൂല കാറ്റന്മേലടിച്ചിടിലും എന്റെ ഉള്ളം കലങ്ങിടിലും, ഒരിക്കലും ഉയരില്ല എന്ന് വിധിച്ച് ഏവരും മാറിടിലും, പ്രതികൂല കാറ്റന്മേലടിച്ചിടിലും എന്റെ ഉള്ളം കലങ്ങിടിലും, ഒരിക്കലും ഉയരില്ല എന്ന് വിധിച്ച് ഏവരും മാറിടിലും, ഇല്ല, ഇല്ല, ഞാൻ കുലുങ്ങുകയില്ല. ഇല്ല, ഇല്ല, ഞാൻ വീഴുകയില്ല. ഇല്ല, ഇല്ല, ഞാൻ കുലുങ്ങുകയില്ല. ഇല്ല, ഇല്ല, ഞാൻ വീഴുകയില്ല. എന്റെ യേശു കൂടെയുണ്ട്. നിന്റെ യേശു കൂടെയുണ്ട്. വാഗ്ദത്തം ചെയ്തവൻ വാക്കുമാറുമോ? വാഗ്ദത്തം ചെയ്തവൻ വാക്കുമാറുമോ? ഇല്ല, ഇല്ല, ഒരിക്കലുമില്ല. ഇല്ല, ഇല്ല, ഒരിക്കലുമില്ല. ഇല്ല, ഇല്ല, ഒരിക്കലുമില്ല. ഇല്ല, ഇല്ല, ഒരിക്കലുമില്ല. ഓ ഇല്ല, ഇല്ല, ഒരിക്കലുമില്ല. ഇല്ല, ഇല്ല, ഒരിക്കുകയില്ല. ഇല്ല, ഇല്ല, ഒരിക്കലുമില്ല. എന്റെ യേശു
യേശു കൈവിടില്ല, യേശു മാറുകില്ല, എന്റെ യേശു മാറുകില്ല. ഹല്ലേലൂയ. ஊற்றிடுமே உம்மல்லமையை இந்த நாளில் எங்கள் மீதே, ஊற்றிடுமே உம்மல்லமையை இந்த நாளில் எங்கள் மேலே, ஊற்றிடுமே உம்மக்கினியை இந்த நாளில் எங்கள் மேலே, ஊற்றிடுமே உம்மக்கினியை இந்த நாளில் எங்கள் மேலே. வல்லமையோடே வல்லமை வல்லமை தாருமே, தேசத்தை உமக்காக கலக்கிட அபிஷேகம் அபிஷேகம் ஊற்றுமே, ஆனல் கொண்டு உனக்காக எழும்பிட. வல்லமை வல்லமை தாருமே, தேசத்தை உமக்காக கலக்கிட அபிஷேகம் அபிஷேகம் ஊற்றுமே, ஆனல் கொண்டு உமக்காக எழும்பிட. ஊற்றிடுமே உம் வல்லமையை இந்த நாளில் எங்கள் மேலே, ஊற்றிடுமே உம் அக்கினியை இந்த நாளில் எங்கள் மேலே. வல்லமையோடே பெந்தெக்கோஸ்து நாளில் செய்தது போல அக்கினிகள் நாவுகள் பொருந்திடுமே. பெந்தெக்கோஸ்து நாளில் செய்தது போல அக்கினியின் நாவுகள் பொழிந்திடுமே. அப்போஸ்தலர் நாள்களில் செய்தது போல இன்றும் செய்ய வேண்டுமே. அப்போஸ்தலர் நாள்களில் செய்தது போல இன்னும் செய்ய வேண்டுமே. ஊற்றிடுமே உம் வல்லமையை இந்த நாளில் எங்கள் மேலே, ஊற்றிடுமே உம் அக்கினியை இந்த நாளில் எங்கள் மீதே. வல்லமையோடே வல்லமை வல்லமை தாருமே, தேசத்தை உமக்காக கலக்கிட அபிஷேகம் அபிஷேகம் ஊற்றுமே, அனல் கொண்டு உமக்காக எழும்பிட. வல்லமை வல்லமை தாருமே, தேசத்தை உமக்காக கலக்கிட அபிஷேகம் அபிஷேகம் ஊற்றுமே, அனல் கொண்டு உமக்காக எழும்பிட. ഹല്ലേലൂയ ഹല്ലേലൂയ. സ്നേഹവാനായ ദൈവമേ, ഈ അനുഗ്രഹിക്കപ്പെട്ട ദിവസത്തിനായി ഞങ്ങൾ നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. അനേകരെ പ്രഭാതം കാണാതെ ഈ ലോകത്തു നിന്ന് മാറ്റപ്പെട്ടു പോയി. നീ ഞങ്ങൾക്ക് തന്ന ഈ ആയുസ്സിനും ആരോഗ്യത്തിനും നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. എന്നും നന്ദിയുള്ള ഹൃദയത്തോടായിരിക്കാൻ അങ്ങ് ഞങ്ങളെ സഹായിക്കണമേ. അറിഞ്ഞു അറിയാതെയും ചെയ്ത എല്ലാ തെറ്റുകളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളുടെ സംസാരത്താലും വാക്കാലും പ്രവൃത്തിയാലും വന്ന എല്ലാ കുറവുകളും ഞങ്ങളിൽ നിന്നെടുത്ത് മാറ്റണമേ. അങ്ങയുടെ സന്നിധിയിൽ വരുമ്പോൾ എന്നും കുറ്റമറ്റ മനസ്സാക്ഷിയോടായിരിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. As your word says, better is one day in your courts than 1,000 elsewhere. അങ്ങയുടെ പ്രാകാരങ്ങളിൽ കഴിക്കുന്ന ഒരു ദിവസം വേറെ 1000 ദിവസങ്ങളെക്കാൾ ഉത്തമമെന്ന് അങ്ങയുടെ വചനം പറയുന്നു. അങ്ങനെയെങ്കിൽ ഈ ദിവസങ്ങൾ അങ്ങയോട് ചേർന്ന് നടപ്പാൻ ഞങ്ങൾക്ക് കൃപ തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എത്ര പ്രതികൂല സാഹചര്യങ്ങൾ വന്നാലും തളർന്നു പോകാൻ ഞങ്ങളെ ഇടയാക്കല്ലേ. ഇതുവരെ ഞങ്ങളെ നടത്തിയ ദൈവം ഇനിമേലും നടത്താൻ ശക്തനെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ആ വിശ്വാസത്തിൽ ഉറച്ചു നിൽപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. Appa, we pray for our church, our pastors, worship team, media team, all the families, elders, youth, children. Physically we are miles apart, but ആത്മാവിൽ ഒരേ മനസ്സോടായിരിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. രോഗങ്ങളാൽ ഭാരപ്പെടുന്നവരെല്ലാം അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. അങ്ങ് അവർക്ക് സൗഖ്യത്തെ അയക്കണമേ. കുടുംബങ്ങളിൽ സമാധാനത്തെ അയക്കണമേ. ബിസിനസ് ഫിനാൻഷ്യൽ പ്രോബ്ലംസിൽ കൂടെയൊക്കെ കടന്നു പോകുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ബാലസിംഹങ്ങളും ഇര കിട്ടാതെ വിശന്നിരിക്കും. യഹോവയെ അന്വേഷിക്കുന്നവർക്ക് ഒരു നന്മയ്ക്കും കുറവില്ല എന്ന വചനത്തിൽ ഞങ്ങൾ വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ എല്ലാ ഡിപ്രഷൻസ്, ആൻസൈറ്റീസ് എല്ലാം എടുത്തു മാറ്റണം. ദൈവിക സമാധാനവും ദൈവിക സന്തോഷവും നിന്റെ ജനത്തിന്മേൽ പകരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. We pray for our nation. Let the government make right and wise decisions and actions. We pray for protection against community spread of COVID-19, for the faster recoveries of those who have been affected. Appa, we pray for a healthcare system
the doctors, nurses. Give them physical and mental strength to serve the community. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ അവിശ്വാസികളായുള്ളവർ ദൈവത്തെ അറിയാൻ ഇടയാകട്ടെ. അനേകരെ ദൈവത്തിങ്കിലേക്ക് നേടുവാൻ ഞങ്ങളെ സഹായിക്കണമേ. അപ്പോൾ ദൈവമേ, വിശ്വാസികളായ ഞങ്ങൾ പരസ്പരം സ്നേഹിക്കുവാനും കരുതുവാനും ക്രിസ്തുവിൽ താങ്ങുവാനും ഞങ്ങളെ സഹായിക്കണമെന്നും പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ പ്രാർത്ഥിച്ച ഓരോ വിഷയം അങ്ങ് ശ്രദ്ധ വെച്ച് കേട്ടതിനാൽ നന്ദി. സകലതും ജീവൻ വെച്ച യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. Good morning, church. God created everything, and there's no thought of man which can disprove his creation. From the first two books of Genesis, it is written that God created man in his own image. It says in Genesis 1:26 and 28, "Then God said, let us make man in our image, according to our likeness. Let them have dominion over fish of the sea, over the birds of the air, over the cattle, over all the earth, and over every creeping thing that creeps on the earth." He made us better than any other creation in his own very image. So, if there's any one of you who thinks that you are fit for nothing, remember, God created each one of us better than any other creation in this world. And it says in Psalms 139:14 that I will praise you, for I am fearfully and wonderfully made. Marvelous are your works, and that my soul knows very well. The most complex organ in our body is the nervous system, or more commonly known as the brain. Being a neurosurgeon, I get to see and learn about this organ. Even though we know so much, but still our knowledge is limited, because the brain can do so many innumerable number of things. To illustrate a few facts about the brain is a small 3-pound structure, that is 1.36 kgs in weight. It controls the functions of the entire body. All the parts of the body submit to this organ, the brain. The brain embodies the essence of the mind and the soul. The intelligence, creativity, emotions are some of the things the brain governs. So, what do we learn from this? As all the parts of the body submit to the brain, we also need to submit to the Lord Jesus Christ. We need to submit and obey in Him. For it says in Proverbs 3:5 and 6, "Trust in the Lord with all your heart and lean not on your own understanding. In all your ways submit to Him, and He will make your paths straight." The brain is made up of 100 billion small cells called the neuron. This is the functional unit of the brain. Remember, 100 billion of them. The neurons convey information by electrical signals and communicate between other neurons by chemical signals. The communication happens at the speed of 250 miles per hour. Each neuron, out of these 100 billion neurons, each neuron is connected to 15,000 other neurons. So, how complex is the nervous system? And many of these neurons together form a single nerve. And we have around 7 trillion nerves in our body. But do we understand that do they work separately? The entire body or all the nervous system works together. And so we are so uniformly and united when we function and work. Everything happens so properly. So we are also called to be united as the body of Christ. 1 Corinthians 12 speaks how each one of us are important for the Lord. We are called to supplement and complement and not to compete with each other. Another feature, the third feature I'd like to bring about the brain is, even though there are 100 billion neurons, there is no interference between one neuron and the other neuron. Why do I say that? Because each neuron is covered by a sheet, a special sheet called the myelin sheet. Now this helps the electrical signals to pass from
point, it's like jumps. It jumps from point to point, to node to node. And the speed of communication increases so much because there is no crosstalk. And so when one nerve is stimulated, it correctly goes to the desired point and does the effect. Now consider a house full of electrical wiring. But when we switch on one switch, exactly one light beams on. So is it with the brain also? So when one nerve is stimulated, it goes and does the desired function. So what do we learn from this? We as children of God are called to do the will of God and be insulated from the world and its effects. We are called to shine out and beam out His light to others. For in 1 John 2, 15 to 17 it says, "Do not love the world or anything in the world. If anyone loves the world, the love of the Father is not in them. For everything in the world, the lust of the flesh, the lust of the eyes, the pride of life, comes not from the Father, but from the world. The world and its desires passes away, but whoever does the will of God lives forever." Just think in the brain, if this insulation is lost, can it happen? Yes. When there is an accident or there is a tumor, this myelin sheet is lost. So there is a lot of crosstalk which happens between nerves. And this crosstalk results in an electrical short circuit and can result in a seizure or a fit, which can throw the person completely down and lose consciousness. Exactly the same way like a short circuit in a house, how it can throw a whole house into fire. So if we are not insulated from the world and its effects, we can be taken off course, thrown out of course from God's plan for our lives. Another important function of the brain is how it processes information from the 5 senses. It receives vision, sight, smell, touch, taste and hearing. Through these, in fact, it perceives many of this together at one time, and it is able to process it and even store them as memories. Now, these senses can be good or bad, can influence our body in a good way or in a bad way. So we need to avoid the bad influences to enter our system by having a very strong filter. What do I mean by saying filter? A filter is something which we can understand that this is right and wrong and stop it from entering our system if it is wrong. How do we develop this filter? It is by constantly meditating on the Word of God and also by having a self-discipline over our personal lives. In Colossians 1:3, it's a beautiful part in the Bible where it says, "If then you are raised with Christ, seek those things which are above, where Christ is sitting at the right hand of God. Set your mind on things above, not on things on the earth. For you died, and your life is hidden with Christ in God. When Christ, who is our life, appears, then you also will appear with Him in glory. Therefore, put to death your members which are on the earth: fornication, uncleanness, passions, evil desires, covetousness, which is idolatry. Because of these things, the wrath of God is coming upon the sons of disobedience, in which you yourselves once walked when you lived in them. But now you yourselves are to put off all these: anger, wrath, malice, blasphemy, filthy language out of your mouth. Do not lie to one another, since you have put off the old man with his deeds, and have put on a new man, who is renewed in knowledge according to the image of Him who created him, where there is neither Greek nor Jew, circumcised nor uncircumcised, barbarian, Scythian, slave nor free, but Christ in all, and Christ is all." Again, in the same chapter, it says that in verse 16, 3 verse 16, it says, "Let the word of Christ dwell in you richly in all wisdom, teaching and admonishing one another
in psalms and hymns and spiritual songs, singing with grace in your hearts to the Lord. And whatever you do in word or deed, do all in the name of the Lord Jesus, giving thanks to God the Father through him. So we are called to be completely insulated and not have any influence and put strong filters to avoid wrong influences from entering our system through the Word of God and through personal discipline. Another feature of the brain is it is very delicate. 75% of the brain is made up of water, and out of the remaining 25% mass, there's 60% is made up of fats. But does the brain get injured? No. Why? Because it is shielded by a strong skull and other coverings. So just consider the brain without a skull. Each time you turn, it could have got damaged. Each time air blows, it can get damaged. Each time we touch it, it can get damaged. But God has created this complex organ and placed it within a strong shell called the skull and its coverings. So, what do we learn? What does the Bible talk to us about our protection? It tells us that we need to put on a full armor since we are like warriors in a fierce battle. In Ephesians 6:11 to 18, it says, "Put on the whole armor of God that you may be able to stand against the wiles of the devil. For we do not wrestle against flesh and blood, but against the principalities, against powers, against the rulers of darkness of this age, against spiritual hosts of wickedness in the heavenly places. Therefore, take up the whole armor of God, and that you may be able to withstand in the evil day. And having done so, stand. Stand therefore, having girded your waist with truth, having put on the breastplate of righteousness, and having shod your feet with the preparation of the gospel of peace. Above all, taking the shield of faith, with which you will be able to quench all the fiery darts of the wicked one. And take the helmet of salvation and the sword of the Spirit, which is the word of God, praying always with all prayer and supplication in the Spirit, being watchful to this end with all perseverance and supplication for all the saints." So we are called to be completely armored. Just think, if I only put on my helmet of salvation, the rest of my body is exposed and I could get injured. And how important salvation, it is the helmet. It covers the most complex organ, the brain. So it is again telling the importance of a salvation. For those who don't know what salvation experience is, it is an experience of having a one-to-one relationship with Christ, wherein we confess our sins and accept His great sacrifice for us, that He died on the cross for us, and we accept Him to obey Him as our personal Savior all the days of our life. So, having the complete armor of God, we are protected from every influence of this world. Another important feature of the brain is it has a fluid called the cerebrospinal fluid, which covers it and flows through it. This fluid is very important for nutrition, protection, and also to remove the impurities from the brain. If this fluid flow stops, then it could damage the brain and also lead to death. So, what do we learn from this? Similarly, we also need to have a constant flow of the Holy Spirit. We know water is equalized to the Holy Spirit in the Bible. For Jesus Christ, when He was speaking to the Samaritan woman in John 4:14, He says, "Whoever drinks the water that I give him will never thirst, but the water that I shall give him will become in him a fountain of water springing up into everlasting life." The Holy Spirit will become a fountain that flows to ourselves and others into an everlasting life. So each one of us is extremely special for Him. He made us the best of His creation. He is concerned with each one of us. For it says in Isaiah
49:16, see, I have inscribed you in the palm of my hands. Your walls are continually before me. God is constantly looking at us. He is so concerned about us. He's inscribed us on the palm of his hands. To summarize, we learn the brain is an extremely complex organ. Like how the brain, every organ submits to the brain, we need to submit to God. Then we learned how, even though there are 100 billion neurons, they all work together. We, the Church of God, needs to be standing together to be effective for his kingdom. We need to set apart from the world and its influences, because the same way as the nerves are myelinated and insulated, we need to be insulated and set apart from the world. We also need to meditate on the Word of God so that we can keep our senses from getting wrong influences. And we need to have a strong self-discipline to obey the Word of God. And we need to put on the full armor, like how the skull covers and protects the brain. Our armor is what protects us from the external influences. We also need the constant flow of the Holy Spirit, which will take us to an everlasting life. So let's pray that from this great creation that God has made for each one of us, which teaches us so many things, what we need to do and obey to have a life which is fulfilling and a life which will lead us to everlasting glory. May the good Lord bless us. ബ്രെയിൻ ഒരു മനുഷ്യനെ നിയന്ത്രിക്കുന്നതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു പങ്ക് വഹിക്കുന്നുവെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ കർത്താവായ യേശു ക്രിസ്തു സകലത്തിലും നമ്മളെ നിയന്ത്രിക്കുവാൻ നമ്മളെ തന്നെ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. കേൾക്കപ്പെട്ട ഈ വചനത്തിന് മുമ്പാകെ ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു. യേശു ഞങ്ങളുടെ സകല കാര്യങ്ങളിലും ഞങ്ങളെ നിയന്ത്രിക്കുവാൻ പരിശുദ്ധാത്മാവിനാൽ സഹായിക്കണമേ എന്ന് ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവവചനം സംസാരിച്ച ദൈവദാസനെ ദൈവകരങ്ങളിലേക്ക് ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ അമേൻ. നാളെ രാവിലെ 9:30 നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥനയോടെ ഓൺലൈൻ സൺഡേ സർവീസിനായി കടന്നു വരാം. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. അമേൻ.